ആ, നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ, ശരിയായോ? ഇല്ല. ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കാശ് ഒത്തിരി കളഞ്ഞു കാണൂല്ലേ? വീടും പറമ്പും പണയത്തിലാണ്. അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ. ഇക്കാലത്ത് ഈ MA-യും BA-യും ഒന്നും പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താ നന്ദിനിക്കുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത്? ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് മനസ്സിലായോണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഡിഗ്രിക്കൊന്നും ഒരു വിലയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി 5-6 തവണ പ്രീ ഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ. തന്നെയല്ല, എഴുതി എഴുതി കൈയക്ഷരമെങ്കിലും നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആട്ടെ, നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. ആ കനാല് പണിക്ക് കരിങ്കല്ല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്നറിയാവോ? 25 രൂപ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 25 രൂപ കിട്ടിയാൽ എന്താ മോശമാണോ? കരിങ്കല്ല് ചുമക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് ചുമക്കാൻ പോയാൽ നാട്ടുകാരെന്തോ പറയുന്നു വിചാരിച്ചിട്ടാ. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. നേരാ, അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഈ നാട്ടുകാര് വേറും ചെറ്റകളാ. അല്ല, ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സംഗങ്ങളാ പറഞ്ഞു നടക്കുന്നത്. എന്നെ പറ്റി? അതെ, എന്നെ പറ്റി എന്താ ഇത്ര പറയാറുള്ളത്? അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന 5 ഏക്കർ തെങ്ങും പുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും. ഏതാണ് ഇത് പറഞ്ഞത്? നാട്ടുകാര് ചെറ്റകള്. നീ നിന്റെ തള്ളയോട് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ അതൊക്കെ വെറുതെ ആണെന്ന്. സത്യം. തറവാട്ടിലെ വെറും ഒരു